സകലവും ഉള്ളത് തന്നെ തത്വചിന്താഗ്രഹണത് സർവവും ഏകമായി ഗ്രഹിക്കും. ആത്മോപദേശ ശതകം നാരായണ ഗുരുവിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ശ്ലോകമാണ്. മീ സുനിത, ലെറ്റ് നോ മോർ അബൌട്ട് ദ ബ്യൂട്ടിഫുൾ വേർഡ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടേമാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചെറിയ ടോക്ക്. നമുക്കറിയാം, സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്, ടു കമ്പണൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് ഇൻ്റലിജൻസ്. അപ്പോൾ അത് ഇൻ്റലിജൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കാലഘട്ടം വരെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ആയിട്ടുള്ള പ്രൊഫിഷ്യൻസി, അതുപോലെ ബ്രെയിൻ്റെ കോർഡിനേഷൻ, ഓർമ്മ, ഹൈ പെർഫോമൻസ്, ഇതായിരുന്നു ഒരു കാലം വരെ മനുഷ്യനെ ഏറ്റവും ബുദ്ധിമാനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് CQ വന്ന് നിൽക്കുന്നു, ക്രിയേറ്റീവ് കോഷ്യൻ്റ്, അതുപോലെ SQ, സ്പിരിച്വൽ കോഷ്യൻ്റ്, അല്ലേ? മനുഷ്യൻ ഏറ്റവും നന്നായി ജീവിക്കുക, മനോഹരമായി ജീവിക്കുക, അതിൻ്റെ സാധ്യതകൾ തേടുക, അതാണ് അല്ലെങ്കിൽ ജീവിക്കാൻ, ഏറ്റവും നന്നായി ജീവിക്കാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഇൻ്റലിജൻസ്, അതാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇൻ്റലിജൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ദ ടേം ഇൻ്റലിജൻസ് ആസ് most ambiguous and vague at its meaning. It is a quality of behavior. Intelligence as a general capacity. ഒരു സാധാരണക്കാരനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ layman's concept, intelligence as the general capacity of an individual to analyze the problems, to think rationally, to think critically, to comprehend ideas, and to accept the social norms, customs, values, traditions, and religion. Intelligence is inherited. അപ്പോൾ പലരും പല ആംഗിളിലാണ് ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്നത്. അതിൽ ഒരുപാട് ഡെഫിനിഷൻസ് നമുക്കറിയാം, ഒരുപാട് പെർസ്പെക്റ്റീവ്സ്. അത് എമംഗ് ദം ഡേവിഡ് ബെഷ്ലർ, അക്കോർഡിംഗ് ടു ഹിം, ഇൻ്റലിജൻസ് ഇസ് അഗ്രിഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ആക്ട് പർപ്പസ്ഫുള്ളി, ടു തിങ്ക് റാഷണലി ആൻഡ് ടു ഡീൽ ഇഫക്റ്റീവ്ലി വിത്ത് ഹിസ് എൻവയോൺമെൻറ്റ്. ഇതൊരു നല്ല ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാം. ഇനി അതർ പാർട്ട്, സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി നമ്മൾ എല്ലാവരും മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു മിസ്കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് റിലേറ്റഡ് ഓർ ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് റിലീജിയൻ ഓർ ഇറ്റ് ഈസ് ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് ദ ലൈഫ് ഒക്കെ ഒരു ചിന്തയാണ്, അല്ലേ? കുറേ കാലം വരെ ഒക്കെ ആളുകൾ ചിന്തിക്കുന്ന അതാണ്. അപ്പോൾ നമുക്കറിയാം, 4 ആശ്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ? ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം ആൻഡ് സന്യാസം. ഇതിലേതോ ഒരു സ്റ്റേജസിൽ റിലേറ്റഡ് അല്ലേ ഈ സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ആക്ച്വലി നമ്മൾ കൂടുതലും മനസ്സിലാക്കുമ്പോൾ ലൗകികത, ഭൗതികത, ആത്മീയത എന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി വേറെ സ്റ്റേജസ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം ഇൻ്റഗ്രേറ്റഡ് അല്ലേ? ഖലീൽ ജിബ്രാൻ്റെ പ്രോഫിറ്റ്, അതുപോലെ റൂമി, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയൊക്കെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അതുപോലെ നമുക്കറിയാം, റിലീജിയനുമായി ഇതിന് ബന്ധമുണ്ടാകുമെന്ന് ചോദിച്ചാൽ കുറച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു, അല്ലേ? അപ്പോൾ നമുക്കറിയാം, അൽബേനിയ എന്ന് പറഞ്ഞൊരു രാജ്യം, യുക്തിവാദമാണ് അവിടുത്തെ മുഖമുദ്ര. അൽബേനിയ എന്നുള്ള രാജ്യം നമ്മൾ അറിയാൻ കാരണം 2 വ്യക്തികളെ കാരണമാണ്. ഇസ്മായിൽ ഖാലിദ്, an eminent റൈറ്റർ, അതുപോലെ തന്നെ മദർ തെരേസ. ഇവർ 2 പേരുമാണ് അൽബേനിയ എന്ന രാജ്യത്തെ പുറം ലോകവുമായി, അല്ലെങ്കിൽ മറ്റ് കൂടുതൽ ഫേമസ് ആക്കിയത് ഇവരാണ്. അപ്പോൾ ഇതിലെ മദർ തെരേസ, അല്ലേ, അഗതികളുടെ അമ്മ, മദർ തെരേസയെക്കുറിച്ചൊരു പുസ്തകം, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. അപ്പോൾ അതിൽ മദർ തെരേസയോട് ചോദിക്കുന്നുണ്ട്, മദർ, താങ്കൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, മരിച്ചു പോകുന്ന കുറച്ച് ആളുകളെ, അതായത് മരിച്ചു പോകാൻ പോകുന്ന കുറച്ച് ആളുകളെ പുഞ്ചിരിപ്പിക്കുക എന്നതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ആത്യന്തികമായിട്ടുള്ള ജീവിതത്തെ മനോഹരമാക്കി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. അപ്പോൾ യുക്തിവാദം മുഖമുദ്രയായിട്ടുള്ളൊരു രാജ്യമാണ് അൽബേനിയ. അവിടെ നിന്ന് മതത്തിൻ്റെ വാഹകയായി വന്ന്, അല്ലെ, മനുഷ്യത്വത്തെ തൊട്ട് തീണ്ടിയ ഒരു വ്യക്തിത്വം. അപ്പോൾ
അപ്പോൾ റിലീജിയനും സ്പിരിച്വാലിറ്റിയും തമ്മിൽ ബന്ധമുണ്ടാകുന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ ജീവിതത്തെ നമ്മൾ ആഴത്തിൽ സ്പർശിക്കുമ്പോഴാണ് ആത്മീയതയുടെ അംശം നമുക്ക് തൊടാൻ പറ്റുന്നത്. ഉറവയെ തേടിയുള്ള യാത്രയാണ് ആത്മീയത എന്ന് എവിടെയോ വായിച്ചത് ഓർക്കുന്നു. ഒരു സൂഫി പണ്ഡിതൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അപ്പോൾ പണ്ഡിതൻ ചോദിക്കും, താങ്കൾ എന്തിനാണ് വന്നത്? അപ്പോൾ മനുഷ്യൻ പറയുന്നു, ഞാൻ ദൈവത്തെ തേടി വന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് ആത്മീയതയിലെത്തണം എന്ന് പറയുന്നു. അപ്പോൾ ഗുരു പറയുന്നൊരു മറുപടിയുണ്ട്, പണ്ഡിതൻ പറയുന്നൊരു മറുപടിയുണ്ട്, നിങ്ങൾ ദൈവത്തെ എവിടെയും അന്വേഷിച്ചിട്ട് കാര്യമില്ല, നിങ്ങളെ തന്നെ കണ്ടെത്തൂ, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെയുണ്ട് ആ ദൈവം അല്ലെങ്കിൽ ആത്മീയത എന്നാണ് മറുപടി പറയുന്നത്, അല്ലേ? അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട ഒന്നല്ല, അതൊരു യുണൈറ്റഡ് കോൺഷ്യസ്നെസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ പറയാറുണ്ടല്ലേ, ആത്മസാക്ഷാത്കാരം ഓർ സെൽഫ് റിയലൈസേഷൻ ഓർ മോക്ഷ, ഇതൊക്കെ നമ്മൾ പറയുന്ന ഒരു വാക്കുകളാണ്. ഇതാണ് ആത്മീയതയുമായി ചേർത്ത് വെക്കുന്നത്. ശരിക്കും ആത്മീയത എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രാക്ടീസ് ഓഫ് പ്യുവർ കോൺഷ്യസ്നസ്. അതുപോലെ ബോധ്യമുണ്ടാക്കിയെടുക്കുക, ജീവിതത്തെ നല്ല ബോധ്യത്തോടുകൂടി കാണാനും ജീവിതത്തിലെ പല സാഹചര്യങ്ങളെ നമുക്ക് റിലേറ്റ് ചെയ്യാനും അതിനൊരു സ്പേസ് ഉണ്ടാക്കുകയും അതുവഴി ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റണം. അതൊക്കെ ആത്മീയതയുടെ പല തട്ടുകളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊരു മൾട്ടി ലെവൽ കോൺഷ്യസ്നെസ് ആണ്. സ്പിരിച്വാലിറ്റി മീൻസ് ദ എബിലിറ്റി ദാറ്റ് ബിഹേവ് ടു ലിവ് ഇൻ ഹാർമോണി വിത്ത് highest values. Or spirituality is behave the ability, or it composed of wisdom and compassion, and integrate it with inner peace with outer peace, irrespective of any situations. ഇതിൽ നമുക്ക് എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, അല്ലെ? നിലനിൽപ്പിൻ്റെതായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. മൾട്ടി ലെവൽ കോൺഷ്യസ് ലെവലിനെ കുറിച്ച് പറയുന്നുണ്ട്. ബോത്ത് ആർ റിലേറ്റഡ് വിത്ത് ഇൻറ്റഗ്രേറ്റഡ് മാനർ. ഇതിൽ നമ്മൾ വൺസ് തോട്ട്സ്, വൺസ് ആക്ഷൻസ്, വൺസ് ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരാളുടെ മനോഭാവം, ചിന്ത, പ്രവൃത്തി ഒക്കെ ആത്മീയതയുടെ പല തലങ്ങളാണ്. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരുപാട് സ്റ്റാറ്റസ്, മെൻ്റൽ സ്റ്റാറ്റസ്, ജോയ്, പീസ്, കമ്പാഷൻ, ലവ്, അതായത് ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ലൈഫ്, അത് ആത്മീയതയുമായി ചേർന്ന് നിൽക്കുന്നൊരു ഘടകമാണ്. അതുപോലെ ഒരിക്കൽ ഒരു വയോധികനായിട്ടുള്ളൊരു മനുഷ്യൻ വളരെ മുഷിഞ്ഞ വസ്ത്രവും അണിഞ്ഞ് വളരെ നിരാശനായിട്ട് ഒരു ദിവസം ഗുരുനിത്യൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ആശ്രമത്തിൽ ഒരാൾ ചോദിക്കും, താങ്കൾ ഇവിടെ പോവുകയാണ്? അപ്പം ഞാനൊന്ന് ഗുരുവിനെ കാണാൻ വരുന്നതാണ്. അപ്പോൾ ആ ആശ്രിതനോട് അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പറയുന്നു. അതിനുശേഷം ഗുരുവിനെ കാണാൻ പോവുകയാണ്. ഗുരു അദ്ദേഹത്തെ കണ്ടപടി തന്നെ എഴുന്നേക്കുക, റെസ്പെക്റ്റ്, അല്ലേ? നമ്മളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പമുള്ള സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു പദവിയിലുള്ള ആളുകളോടാണ്, അവർ വരുമ്പോഴാണ് നമ്മൾ ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മേലേക്ക് വരുന്ന ആളുകളാണ്. പക്ഷെ ഗുരു അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യണം. അതിനുശേഷം ഒരു ചെയറിട്ട് കൊടുത്ത് ഗുരുവിൻ്റെ അടുത്തിരുത്തി അദ്ദേഹത്തെ തൊട്ടു അല്ലെങ്കിൽ തലോടി കൊണ്ട് പേരെന്താണെന്ന് നോക്കിയാണ് ഞാൻ പേര് പറയുന്നു. വേറെ ഒന്നും ഗുരു ചോദിക്കുന്നില്ല. സാവധാനം ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടുപേരും കുറച്ചു നേരം ആ മ്യൂസിക്കിൽ ലയിച്ചിരിക്കുന്നു. അതിനുശേഷം അതൊക്കെ കഴിയുമ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി കരയുകയാണ്. അപ്പോൾ അതിനുശേഷം അവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്, ഗുരുവേ, ഞാൻ വന്ന കാര്യം സാറ്റിസ്ഫൈ ചെയ്തു, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണെന്നാണ്. ഗുരു ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ആശ്രിതൻ ചോദിക്കും, താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഒന്നും പറയാതെ തിരിച്ചു പോകുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറയും, ഞാൻ എല്ലാം പറഞ്ഞു. നമുക്ക് അവിടെ നിന്ന് ഏറ്റവും വലിയൊരു മെസ്സേജാണ് നമ്മൾ പഠിച്ചത്. ഒരു മനുഷ്യനെ ഒരുപാട് ഉപദേശങ്ങളൊന്നും മനുഷ്യർക്ക് വേണ്ട. അവർക്ക് വേണ്ടത് എന്താണ്? മനുഷ്യത്വം, കരുതൽ, സ്നേഹം, റെസ്പെക്റ്റ്, അല്ലേ? ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്. അപ്പം ജീവിതത്തിൽ ഉദാത്തമായ ആദർശങ്ങളല്ല, ഉദാത്തമായ ജീവിത രീതിയും ഉദാത്തമായ കർമ്മവുമാണ് ആത്മീയത എന്ന് പറയുന്നത്. ഒരിക്കൽ ഗുരുവിൻ്റെ അടുത്ത് കുഞ്ഞുണ്ണി മാഷും കൈതപ്രവും അതുപോലെ തന്നെ സമദാനിയും വരുന്നു. സമദാനി അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഭാഷയിൽ ഗുരുവിനെ പ്രകീർത്തിക്കുന്നു. അതുപോലെ തന്നെ കൈതപ്രവും അദ്ദേഹത്തിൻ്റെ നല്ല ശ്ലോകം കൊണ്ട്
ആ ഒരു സദസ്സ് നടക്കുന്നു. അപ്പോൾ ഗുരു ചോദിക്കുകയാണ്, കുഞ്ഞുണ്ണി മാഷ് ഒന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് മാഷ് പറയാൻ എന്തെങ്കിലും ഒന്ന് കേൾക്കണമുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എനിക്കറിയാവുന്ന ഒരു ഉപനിഷത്ത്, വലിയ വലിയ ശ്ലോകങ്ങളും വലിയ വലിയ ഉപനിഷത്തൊന്നും എനിക്കറിയില്ല, എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ അതൊന്നും എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല, അതെനിക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ചൂലോപനിഷത്തിനെ കുറിച്ച് അറിയാം. ഒരു ചൂല്, അതായത് എനിക്കും എൻ്റെ ചുറ്റുപാടുമുള്ള പലതിനും ഉപകാരമെന്ന് തോന്നുന്ന എല്ലാത്തിനെയും എനിക്ക് സ്വീകരിക്കാനും അതിനെ സ്വാംശീകരിക്കാനും പറ്റും. അതുപോലെ എനിക്കും എൻ്റെ സമൂഹത്തിനും എൻ്റെ ചുറ്റുപാടിനും ദോഷകരമാണെന്ന് തോന്നുന്ന എല്ലാത്തിനെയും എനിക്ക് തൂത്തുവാരി കളയാനും പറ്റും. അതാണ് ചൂലോപനിഷത്ത്. ഇതിൽ നമുക്ക് ഒരു ഇൻ്റഗ്രിറ്റി അല്ലെങ്കിൽ ഒരു സമഗ്രത കാണാൻ പറ്റുന്നു. അപ്പം ജീവിതത്തിൽ ഏറ്റവും നല്ല ബോധ്യങ്ങൾ ഉണ്ടാക്കുകയും റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുക്കുകയും കാണുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും കേൾക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും അതിലൂടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് ആത്മീയ. സോ ഹിയർ വി മേ കൺക്ലൂഡ് ദാറ്റ് IQ plus EQ is equal to SQ. Thank you.